പ്രൊഫഷണൽ കോഴ്സുകൾ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രത്യേക സമയമാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കമ്മീഷൻ ഓഫ് എൻട്രൻസ് എക്സാമിനേഷൻ കേരളത്തിൽ എൻജിനീയറിംഗ് കോഴ്സുകളിലേക്കുള്ള അലോട്ട്മെൻറ്റ് പ്രോസസ്സ് തുടങ്ങിക്കഴിഞ്ഞു. ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കഴിഞ്ഞു. 16-ാം തീയതി മുതൽ, ഈ മാസം 16-ാം തീയതി സാറ്റർഡേ മുതൽ ജോയിൻറ്റ് സീറ്റ് അലോക്കേഷൻ അതോറിറ്റി കോഴ്സുകളിലേക്കുള്ള, പ്രത്യേകിച്ച് IITകൾ, NITകൾ, I² IITകൾ, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി പോലുള്ള സ്ഥാപനങ്ങൾ, അതുപോലെ ഗവൺമെൻറ് ഫണ്ടഡ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, ദേശീയ പ്രാധാന്യമുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട് അക്കൂട്ടത്തിൽ. ഇതിലേക്കുള്ള അഡ്മിഷൻ പ്രോസസ്സ്, അലോട്ട്മെൻറ്റ് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഈ ഒരു സമയത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഏത് കോഴ്സ് എടുക്കണം, ഏത് ബ്രാഞ്ചാണ് നല്ലത്, ഏത് പഠിച്ചാലാണ് പെട്ടെന്ന് ജോലി കിട്ടുക. പതിവ് പോലെ തന്നെ ഈ വർഷവും കമ്പ്യൂട്ടർ സയൻസിനാണ് കൂടുതൽ ഡിമാൻഡ് കാണുന്നത്, കൂടുതൽ ആളുകളും ചൂസ് ചെയ്യുന്നതും അതാണ്. അതിന് ഒരു കാരണം പെട്ടെന്ന് കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് ഉടനെ ജോലി കിട്ടുന്നു എന്നതാണ് അതിൻ്റെ ഒരു കാരണം. പലപ്പോഴും അങ്ങനെ കോഴ്സ് സെലക്ട് ചെയ്യുമ്പോൾ ബ്ലൈൻഡായി, അന്ധമായി കോഴ്സ് സെലക്ട് ചെയ്യുന്നു, വേഗം ജോലി കിട്ടുക എന്നർത്ഥത്തിൽ കോഴ്സിനെ സെലക്ട് ചെയ്യുന്നു എന്നതാണ് കേരളത്തിൻ്റെയും നമ്മുടെ മൊത്തത്തിൽ പതിവ് രീതി. അന്താരാഷ്ട്ര തലത്തിൽ, ആഗോളതലത്തിൽ IT കമ്പനികൾ ഇന്ത്യക്കാരെ പ്രിഫർ ചെയ്യാനുള്ളൊരു കാരണവും വളരെ ചീപ്പ് ആൻഡ് ബെസ്റ്റ് ലേബർ കിട്ടുന്നു എന്നതാണ്. ഒരു ഹ്യൂമൻ ക്യാപിറ്റൽ, ഹ്യൂമൻ റിസോഴ്സസ് കിട്ടുന്നു എന്നതാണ് ഇവിടെ കൂടുതൽ ഫോക്കസ് ചെയ്യാൻ IT കമ്പനികളെ പ്രേരിപ്പിക്കുന്നത്. പക്ഷേ അത് ഒരു കരിയർ തിരഞ്ഞെടുപ്പിനുള്ള, ഒരു കോഴ്സ് തിരഞ്ഞെടുപ്പിനുള്ള നമ്മളുടെ മാനദണ്ഡം ആവാൻ പാടില്ല എന്നാണ് ഞാൻ വിദ്യാർത്ഥികളോട് പറയുന്നതും പറയാനുള്ളതും. എൻജിനീയറിംഗ് കഴിഞ്ഞ ആളുകളിൽ നല്ലൊരു ശതമാനവും എൻജിനീയറിംഗ് ഫീൽഡിലേക്ക് വരുന്നില്ല എന്നതോ അതല്ലെങ്കിൽ കോർ ഏരിയ ജോബ്സിലേക്ക് എത്തുന്നില്ല എന്നതൊക്കെ ഒരു പക്ഷേ ഈ അന്ധമായ കോഴ്സ് സെലക്ഷൻ്റെ ഭാഗമായിട്ടായിരിക്കാം, അതിൻ്റെ ഒരു പരിണിത ഫലമായിട്ടായിരിക്കാം. എന്തായാലും പൊതുവെ എനിക്ക് നിങ്ങളോട് പറയാൻ പോകുന്നുള്ളത്, എൻജിനീയറിങ്ങിന് പ്രസക്തി ഉണ്ടോ ഇല്ലേ എന്ന ചോദ്യങ്ങൾക്ക് ഒരു പ്രസക്തിയുമില്ല എന്നാണ് ഞാൻ പറയുന്നത്. അതിന് ചാൻസ് ഉണ്ടോ, ഡിമാൻഡ് ഉണ്ടോ എന്ന ചർച്ചകളാണ് നടക്കുന്നത്. എൻജിനീയറിംഗ് പഠിച്ചിട്ട് കാര്യമില്ല, എല്ലാവരും എൻജിനീയറിംഗ് പഠിക്കുന്നു. അത്തരം നമ്മൾ നിരുപദ്രവകരമെന്ന് തോന്നുന്ന എന്നാൽ വളരെ ഉപദ്രവം ഉണ്ടാക്കുന്ന പ്രസ്താവനകൾ സത്യത്തിൽ അസ്ഥാനത്താണ്, അപ്രസക്തമാണ്. കാരണം ഇനി അടുത്തൊരു 10 കൊല്ലത്തേക്ക് ലോകത്തിൻ്റെ വളർച്ചയെ നിയന്ത്രിക്കാൻ പോകുന്ന ഒട്ടേറെ സാങ്കേതിക മാറ്റങ്ങൾ വരാൻ പോകുന്നു എന്നതാണ് എൻജിനീയറിംഗ് മേഖലയെ പ്രസക്തമാക്കുന്നത്. ഒന്നാമത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒരു ഗ്രോത്ത്, ദെൻ അതോടൊപ്പം അഡിറ്റീവ് മാനുഫാക്ചറിങ് അഥവാ 3D പ്രിൻറ്റിംഗ് ടെക്നോളജി വളരുന്നത്, എനർജി, പ്രത്യേകിച്ച് റിന്യൂവബിൾ എനർജി, ദെൻ അതുപോലെ തന്നെ ഓട്ടോമേറ്റഡ് കാറുകൾ വരുന്നു. അപ്പോൾ ഓട്ടോമേഷൻ്റെ ഒരു വളർച്ച, ക്രിപ്റ്റോ കറൻസികൾ വരുന്നത്, അതിൻ്റെ ഉപഭോഗം കൂടുന്നത്, സൈബർ സെക്യൂരിറ്റി, സ്വാഭാവികമായിട്ട് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളെ അമിതമായി യൂസ് ചെയ്യുകയും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വൈറ്റൽ ഡേറ്റകൾ നേരിടാൻ പോകുന്ന ത്രെട്ടുകൾ, അതിൻ്റെ ഡേറ്റ സെക്യൂരിറ്റി, ഇതൊക്കെ കണ്ടുകൊണ്ട് ഒരു സൈബർ സെക്യൂരിറ്റി ഓറിയൻറ്റേഷനുള്ള ഓപ്പർച്യൂണിറ്റീസും സൈഡ് ബൈ സൈഡായിട്ട് ഡെവലപ്പ് ചെയ്യുന്നു എന്നതും വരാൻ പോകുന്ന കാലഘട്ടത്തെക്കുറിച്ച് കൃത്യമായിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. ഒരുപാട് ടെക്നിക്കൽ ഗ്രോത്തുകൾ ഇനി അങ്ങോട്ട് വന്നേക്കാം. ഒപ്പം ചില പ്രത്യേക ഏരിയകളെ ഫോക്കസ് ചെയ്യാനും സാധ്യതയുണ്ട്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെയും ഡേറ്റ അനലിറ്റിക്സിൻ്റെയും, ഡേറ്റ സയൻസ് അടുത്ത നൂറ്റാണ്ടിൻ്റെ കരിയറാണെന്നാണ് പറയുന്നത്. അടുത്ത നൂറ്റാണ്ടിൻ്റെ ഓയിൽ എന്നും വിശേഷിപ്പിക്കപ്പെടുന്ന ഒരു സാധനമാണത്. അതുകൊണ്ട് മാത്രമല്ല, ഇനിയൊരു ലോകയുദ്ധം ഉണ്ടാവുമെങ്കിൽ ഡേറ്റയുടെ ബേസിലായിരിക്കും, അടിസ്ഥാനമാക്കിയായിരിക്കുമെന്ന് ആലങ്കാരികമായി രാഷ്ട്രതന്ത്രജ്ഞന്മാരും സാങ്കേതിക വിദഗ്ധരും പ്രഖ്യാപിക്കുകയും പ്രവചിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ഡേറ്റയ്ക്കും പ്രസക്തി കൂടും. ഞാൻ പറഞ്ഞത് ഡേറ്റ സയൻസിൻ്റെ വളർച്ചയും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ വളർച്ചയും വെച്ചുകൊണ്ട് കമ്പ്യൂട്ടർ സയൻസ് ബേസിക് ഡിഗ്രികളായിട്ട് സെലക്ട് ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ മനസ്സിലാക്കേണ്ടത് ബേസിക്കലി കമ്പ്യൂട്ടർ സയൻസ് കോഡിംഗ് ആണ്. കോർ ഏരിയ എന്ന് പറയുന്നത് തന്നെ കോഡിങ്ങാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെയോ മോർണിംഗ് ടു ഈവനിങ് റൗണ്ട് ദി ക്ലോക്ക് കോഡിംഗ് വർക്കുകൾ, പ്രോഗ്രാമിംഗ് വർക്കുകൾ, ഡെസ്ക്ടോപ്പ് വർക്കുകൾ പോലെ ഇരുന്ന് ചെയ്യാൻ താല്പര്യമുള്ളൊരു കുട്ടിക്ക് സത്യത്തിൽ കമ്പ്യൂട്ടർ സയൻസ് പ്രസക്തമാവുന്നുള്ളൂ, അല്ലെങ്കിൽ നന്നാവുന്നുള്ളൂ, യോജിക്കുന്നതാവുന്നുള്ളൂ. ഇനി കമ്പ്യൂട്ടർ സയൻസ് കഴിഞ്ഞാൽ ഒരാൾ കമ്പ്യൂട്ടർ സയൻസിൽ അബദ്ധത്തിൽ എടുത്തു, അല്ലെങ്കിൽ ഈ ഒരു പ്രസക്തി കണ്ടൊക്കെ എടുത്തു എന്നാണെങ്കിൽ പോലും അയാൾക്ക് വേണമെങ്കിൽ മറ്റു ഓപ്ഷൻസിലേക്ക് മാറുന്നതിൽ തെറ്റൊന്നുമില്ല. മാനേജ്മെൻറ്റിലേക്ക് മാറാം. ദെൻ കമ്പ്യൂട്ടർ സയൻസ് കഴിഞ്ഞതിന് ശേഷം വേണമെങ്കിൽ അയാൾക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, അതും ബേസിക്കലി പ്രോഗ്രാമിംഗ് തന്നെയാണ്, പക്ഷേ ഒരു വെറൈറ്റി ഓപ്ഷൻ എന്ന നിലക്ക് അതിലേക്ക് മാറാം. റോബോട്ടിക്സിലേക്ക്, ദെൻ അതുപോലെ തന്നെ മെക്കട്രോണിക്സുമായിട്ട് ബന്ധപ്പെട്ട ഏരിയകളിലേക്ക് മാറാം. പ്രത്യേകിച്ച് ഇലക്ട്രോണിക്സുമായിട്ട് ബന്ധപ്പെട്ട കൺട്രോൾ എഞ്ചിനീയറിങ്ങിലേക്ക് വേണമെങ്കിൽ കമ്പ്യൂട്ടർ സയൻസുകാർക്ക് മാറാവുന്നതേ ഉള്ളൂ.
ഇനി വേണമെങ്കിൽ ഡിസൈനിങ്ങിലേക്കും അവർക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ വരാം. എല്ലാ എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സിനും മാസ്റ്റർ ഡിസൈനിങ്ങിൽ, പ്രത്യേകിച്ച് ഇൻഡസ്ട്രിയൽ ഡിസൈനിങ്ങിലേക്കോ പ്രോഡക്റ്റ് ഡിസൈനിങ്ങിലേക്കോ കമ്മ്യൂണിക്കേഷൻ ഡിസൈനിലേക്ക് വരാൻ പോകുന്ന പ്രധാനപ്പെട്ട വളർച്ചകളിലൊന്ന് ഈ കമ്മ്യൂണിക്കേഷൻ ഡിസൈനിങ് മേഖലകളായിരിക്കും. പ്രത്യേകിച്ച് ഗ്രാഫിക്സ്, അനിമേഷൻ, അതോടൊപ്പം ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ ഗ്രോത്ത് ഒരർത്ഥത്തിൽ ഈ കമ്മ്യൂണിക്കേഷൻ ഡിസൈനിങ്ങിൻ്റെ പ്രസക്തി വർദ്ധിപ്പിക്കുന്നുണ്ട്. ഇത് മനസ്സിലാക്കിയിട്ട് കമ്പ്യൂട്ടർ സയൻസിൻ്റെ ആഡ് ഓൺ കോഴ്സായിട്ട് ഇത്തരം മേഖലകൾ ഡെവലപ്പ് ചെയ്യാം. ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ, പ്രത്യേകിച്ച് എഡ്യൂക്കേഷണൽ ലേണിംഗ് പ്ലാറ്റ്ഫോമുകളുടെ വളർച്ച ഗെയിമിഫിക്കേഷൻ്റെ പ്രസക്തി കൂടും, ഗെയിം ഡിസൈനിങ്ങിൻ്റെയൊക്കെ പ്രസക്തി കൂട്ടുന്നുണ്ട്. അതുകൊണ്ട് ഒരു ഗെയിം ഡിസൈനിങ്ങിലേക്കൊക്കെ വേണമെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് കഴിഞ്ഞ ആളുകൾക്ക് വേണമെങ്കിൽ മാറാവുന്ന ആ അർത്ഥത്തിൽ കമ്പ്യൂട്ടർ സയൻസിനെ എടുക്കാം. പക്ഷേ ബേസിക്കലി സ്വഭാവം, കോഴ്സിൻ്റെ ഒരു സ്വഭാവം ഇരുന്നുള്ള ഡെസ്ക്ടോപ്പ് പ്രോഗ്രാമിംഗ്, കോഡിംഗ് വർക്കുകളാണ് എന്ന് മനസ്സിലാക്കണം. മാത്രമല്ല നിങ്ങൾ 2 തരത്തിലുള്ള പ്ലേസ്മെൻറ്റുകളാണ് IT കമ്പനികളിൽ വന്നു. ഒന്ന് കോർ പ്ലേസ്മെൻറ്റ്. ഇപ്പോൾ കോർ പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ട് പ്രോഡക്റ്റുകൾ ഡെവലപ്പ് ചെയ്തെടുക്കുന്ന, സ്വന്തം തന്നെ വർക്കുള്ള ഗൂഗിളും IBM-ഉം ആപ്പിളൊക്കെ പോലുള്ള കമ്പനികൾ IT പ്രൊഫഷണൽസിനെ സെലക്ട് ചെയ്യുന്നത് ഒരു ബ്രാൻഡഡ് കമ്പനിയിൽ ജോലി ചെയ്യാൻ നിങ്ങളെ സഹായിക്കും. അതേ സമയത്ത് പല കമ്പനിയും പ്രൈവറ്റ് കമ്പനികളുണ്ട്. അത്തരം കമ്പനികൾ ഔട്ട്സോഴ്സിങ് കമ്പനികളാണ്. പ്രത്യേകിച്ച് കേരളത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ പ്ലേസ്ഡ് ആവുന്ന അത്തരം കമ്പനികൾ. അത് മറ്റ് പ്രോഡക്റ്റ്, ഇപ്പോൾ ഒരു ഹോസ്പിറ്റലിന് വേണ്ടിയുള്ള ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുന്നത്, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മാനുഫാക്ചറിങ് കമ്പനിക്ക് വേണ്ടി, ഒരു ഏവിയേഷൻ കമ്പനിക്ക് വേണ്ടി സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുന്ന കമ്പനികൾ അതിനെ ഒരു കാറ്റഗറൈസ് ചെയ്ത് ഡിവൈഡ് ചെയ്ത് വർക്കുകൾ കൊടുക്കുന്ന ഒരു നോർമൽ മാനുവൽ ജോബുകൾ വരുന്ന ഒരു സോഫ്റ്റ്വെയർ പ്ലേസ്മെൻറ്റും ഉണ്ട്. ഇത് രണ്ടും വ്യത്യസ്തമായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ കോഴ്സുകളും ഇൻസ്റ്റിറ്റ്യൂട്ടുകളും സെലക്ട് ചെയ്യാൻ. ഇനി മറ്റൊന്ന്, എഞ്ചിനീയറിംഗിൽ നമ്മൾ കമ്പ്യൂട്ടർ സയൻസ് എന്ന് പറയുമ്പോൾ അതിൽ വരുന്ന കാര്യപ്പെട്ട ഭാഗങ്ങൾ, പ്രത്യേകിച്ച് നമ്മളൊരു ഇലക്ട്രോണിക്സ് കോമ്പണൻസിനെയും കമ്പ്യൂട്ടർ സയൻസിനെയും ഇൻ്റഗ്രേറ്റ് ചെയ്തൊരു ബ്രാഞ്ച് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. പ്രധാനമായും ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറുകളോ അതല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റംസോ ഒക്കെ ഡെവലപ്പ് ചെയ്തെടുക്കലാണ് കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയർമാരുടെ പ്രധാനപ്പെട്ട ജോബ്. ഈ കമ്പ്യൂട്ടർ സയൻസിൻ്റെ ഭാഗമായിട്ട് കുറച്ച് ഇലക്ട്രോണിക്സും പ്രത്യേകിച്ച് കമ്മ്യൂണിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട ഏരിയകളും വരുന്നത് കൊണ്ട് വേണമെങ്കിൽ നമുക്ക്, ഞാൻ നേരത്തെ പറഞ്ഞ അതിൽ റോബോട്ടിക്സിലേക്കും ഓട്ടോമേഷനിലേക്കൊക്കെ വേണമെങ്കിൽ മാറാം. അതോടൊപ്പം ഹാർഡ്വെയർ ഏരിയയിലേക്കും വേണമെങ്കിൽ മാറാവുന്നതാണ്. അപ്പോൾ ഈ 2 കോമ്പണൻറ്റുകളാണ്, ഒരു ഇലക്ട്രോണിക് കോമ്പണൻറ്റ് ഹാർഡ്വെയർ ഓറിയൻറ്റഡ് ആയിട്ട്, മറ്റൊന്നൊരു പ്രോഗ്രാമിംഗ് സോഫ്റ്റ്വെയർ ഓറിയൻറ്റഡ് ആയിട്ടും വരുന്ന 2 തലങ്ങളാണ് കമ്പ്യൂട്ടർ സയൻസിനുള്ളത്. അതേസമയത്ത് ജനറൽ ബിടെക്കാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ഓപ്ഷൻസ് അവർക്ക് ചെയ്യാം. എയർ ട്രാഫിക് കൺട്രോളറൊക്കെ പോലുള്ള ജോബുകൾ, ഡിഫൻസിലെ ടീച്ചേഴ്സ് കോപ്സ്, ഡിഫൻസിൽ തന്നെ പൈലറ്റ്, ഇത്തരം ഒരുപാട് സാധനങ്ങളുണ്ട് ജനറൽ എഞ്ചിനീയർമാർക്ക് വരുന്ന. ഇപ്പോൾ IAS ഒക്കെ പോലുള്ള എക്സാംസ് എഴുതാം. പക്ഷേ കമ്പ്യൂട്ടർ ഓറിയൻറ്റഡ് ആയ കോഴ്സുകൾ അതിൽ വരുന്നില്ല, ജോബുകൾ അതിൽ വരുന്നില്ല എന്ന് പ്രത്യേകം ചെയ്യണം, മനസ്സിലാക്കണം. ഇതാണ് ബേസിക്കലി കമ്പ്യൂട്ടർ സയൻസുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത്. ഇനി കമ്പ്യൂട്ടർ സയൻസ് ഇല്ലാത്തയിടത്ത് കമ്പനികൾ പലപ്പോഴും ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻകാരെയും ചൂസ് ചെയ്യാറുണ്ട്. സിലബസ് കൂടി നോക്കിയിട്ടാവണം ഈ കോഴ്സ് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടതെന്നാണ് എൻ്റെ ഒരു സജഷൻ. എല്ലാ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചുകളിലും കോമൺ ആയിട്ട് ചില കോമ്പണൻറ്റുകൾ, സിലബസുകൾ വരുന്നുണ്ട്. പ്രത്യേകിച്ച് ഇംഗ്ലീഷ് വരുന്നുണ്ട്, അതുപോലെ തന്നെ ഇംഗ്ലീഷ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് വരുന്നുണ്ട്. അത് രണ്ടും 2 പേപ്പറായിട്ട് തന്നെ വരുന്നുണ്ട്. മറ്റൊന്ന് കോമൺ ആയിട്ട് വരുന്ന എഞ്ചിനീയറിംഗ് ഫിസിക്സ്, എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ് വരുന്നുണ്ട്, ബേസിക് നോർമൽ മാത്തമാറ്റിക്സ് വരുന്നുണ്ട്. ദെൻ എഞ്ചിനീയറിംഗ് കെമിസ്ട്രി പേപ്പറായിട്ട് വരുന്നുണ്ട്. അതിന് പുറമെ ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ, സിവിൽ എഞ്ചിനീയറിങ്ങിൻ്റെ ബേസിക് പേപ്പറുകളും ഫസ്റ്റ് ഇയറിൽ ഒരുവിധ എല്ലാ ബ്രാഞ്ചുകളിലും പഠിപ്പിക്കുന്നുണ്ട്. അതിന് പുറമെ ചില ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ, ചില സിലബസിൽ കുറച്ചൊരു സോഷ്യൽ സയൻസ് കോമ്പണൻറ്റുകളും വരുന്നുണ്ട്. അതിന് പുറമെ കമ്പ്യൂട്ടർ സയൻസിൽ വളരെ സ്പെസിഫിക് ആയിട്ട് വരുന്ന ചില വളരെ പ്രധാനപ്പെട്ട ചില കോമ്പണൻറ്റ്, അതാണ് സത്യത്തിൽ കമ്പ്യൂട്ടർ സയൻസിൻ്റെ കോർ എന്ന് വേണമെങ്കിൽ പറയാം. ഡേറ്റ സ്ട്രക്ചർ ത്രൂ C++, പ്രത്യേകിച്ച് പ്രോഗ്രാമിംഗ്, C++ പ്രോഗ്രാമിങ്ങുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഡിജിറ്റൽ ലോജിക് ഡിസൈനിങ് വരുന്നുണ്ട്. ദെൻ ഇലക്ട്രോണിക് ഡിവൈസ് ആൻഡ് സർക്യൂട്ട്സ് വരുന്നുണ്ട്. ബേസിക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് വരുന്നു. അതെല്ലാത്തിലും കോമൺ ആയിട്ട് ബേസിക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് വരാറുണ്ട്. കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ, ഡേറ്റാബേസ് മാനേജ്മെൻറ്റ്, ദെൻ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ്, ഫോർമൽ ലാംഗ്വേജ് ആൻഡ് ഓട്ടോമേറ്റ് തിയറി, ദെൻ അതുപോലെ തന്നെ ഡിസൈൻ ആൻഡ് അനാലിസിസ് ഓഫ് അൽഗോരിതംസ്. ദെൻ അത്തരം ബേസിക് പ്രോഗ്രാമുകൾ, ലാംഗ്വേജിൻ്റെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളുടെ ബേസ് എന്നൊക്കെ പറയാൻ പറ്റുന്ന അത്തരം ഏരിയകൾ വരുന്നുണ്ട്. അതിന് പുറമെ നെറ്റ്വർക്ക് സെക്യൂരിറ്റി, കമ്പൈലർ ഡിസൈൻ, VLSI ഡിസൈൻ, ദെൻ വെബ് ടെക്നോളജീസ് സെക്കൻഡ് ഇയറിലും തേർഡ് ഇയറിലൊക്കെ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നുണ്ട്. ദെൻ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ്, മൈക്രോ പ്രോസസ്സേഴ്സ് ആൻഡ് ഇൻ്റർഫേസിംഗ്, ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ്, ഡേറ്റ കമ്മ്യൂണിക്കേഷൻ ആൻഡ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ്, ദെൻ ഡിസൈൻ പാറ്റേൺസ്, ദെൻ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്, ഡിസ്ട്രിബ്യൂട്ടഡ് കമ്പ്യൂട്ടിംഗ്, മൊബൈൽ കമ്പ്യൂട്ടിംഗ്, ദെൻ അതുപോലെ തന്നെ ഓപ്പൺ സോഴ്സ് പ്രോഗ്രാമിംഗ്, പ്രത്യേകിച്ച് ലിനക്സ്
പ്രോഗ്രാമിങ്ങും സോഫ്റ്റ്വെയർ ടെസ്റ്റിങ്ങും കണ്ടൻറ്റിൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിൽ കമ്പ്യൂട്ടർ സയൻസ്, ബിടെക് കമ്പ്യൂട്ടർ സയൻസ് എന്ന് പറഞ്ഞതിൻ്റെ കോർ ഏരിയകളും കോർ സാധനങ്ങളും ഇതാണ്. ഇത് വെച്ചുകൊണ്ടാണ് നമ്മൾ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിൽ സിലബസിൽ കാര്യമായിട്ട് പഠിക്കുന്നത്. മറ്റൊന്ന് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനാണ്. അധിക കമ്പനികളും കമ്പ്യൂട്ടർ സയൻസ് ഗ്രാജുവേറ്റ്സ് എലിജിബിൾ ആയത് ഇല്ലാത്തയിടത്ത് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ സെലക്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ബേസിക്കലി ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് വളരെ കൃത്യമായിട്ട് പറഞ്ഞാൽ ഈ പാസീവ് ഇലക്ട്രിസിറ്റി ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന ചില ഇലക്ട്രോണിക് കോമ്പണൻറ്റുകളും ഡിവൈസസുകളും ഉപയോഗിച്ച് ഉപകരണങ്ങൾ വർക്ക് ചെയ്യുക, പ്രവർത്തിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ ഡിവൈസസിൻ്റെ സർക്യൂട്ടുകൾ അല്ലെങ്കിൽ സർക്യൂട്ട് ബോർഡുകൾ ഡിസൈൻ ചെയ്യുക. കമ്മ്യൂണിക്കേഷൻ ഡിവൈസസ് പല ടൈപ്പ് സാധനങ്ങളുണ്ട്, നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. മൊബൈൽ ഫോൺ ആവാം, ലാപ്ടോപ്പ് ആവാം, ദെൻ സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന റിമോട്ടുകളാവാം. ഒരുപാട് നമ്മുടെ നിത്യജീവിതത്തിൽ ഒരുപാട് ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റ്സും കോമ്പണൻസും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അത്തരം സാധനങ്ങളുടെ ഡിസൈനിങ്ങോ അതിൻ്റെ മേക്കിങ്ങോ അതിൻ്റെ മെയിൻ്റനൻസോ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടതാണ് ബേസിക്കലി ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ വരുന്നത്. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ ഡിവൈസസിനെ ഫോക്കസ് ചെയ്യുന്ന ബ്രാഞ്ചാണ് സത്യത്തിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ അതിൻ്റെ ഒരു ഇലക്ട്രിക്കൽ കോമ്പണൻറ്റും അതോടൊപ്പം തന്നെ ഒരു ഇലക്ട്രോണിക് ഡിവൈസസിൻ്റെ ഒരു കൺട്രോളൊക്കെ കൂടി വരുന്നൊരു ഏരിയ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിങ്ങിനെ കുറിച്ച് പറയാം. ഇനി അതിൻ്റെ നമ്മൾ നേരത്തെ പറഞ്ഞ ഈ കോമൺ ആയിട്ടുള്ള സിലബസുകൾക്ക് പുറമെ ബേസിക്കലി ഒരുവിധം എല്ലാ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചുകളിലും പ്രോഗ്രാമിംഗ് ലാംഗ്വേജും സ്പെസിഫിക് ആയ ചില പ്രോഗ്രാമിംഗ് ലാംഗ്വേജും വരുന്നുണ്ട്. അപ്പോൾ ഒരർത്ഥത്തിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ കഴിഞ്ഞ ആൾക്ക് വേണമെങ്കിൽ പിന്നീട് നമുക്ക് IT ഫീൽഡിലേക്ക് വേണമെങ്കിൽ മാറാം. അതുകൊണ്ട് തന്നെയാണ് IT കമ്പനികൾ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻകാരെയും കമ്പ്യൂട്ടർ സയൻസിന് പുറമെ പിക്ക് ചെയ്യുന്നത്. സിഗ്നൽസ് ആൻഡ് സിസ്റ്റംസ്, പൾസ് ആൻഡ് ഡിജിറ്റൽ സർക്യൂട്ട്സ്, ഇലക്ട്രോണിക് സർക്യൂട്ട് അനാലിസിസ്, ഇലക്ട്രോണിക് സർക്യൂട്ട് ലാബ്, ദെൻ അതുപോലെ തന്നെ കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ, ലീനിയർ IC ആപ്ലിക്കേഷൻ, ദെൻ ആൻറ്റിനാസ് ആൻഡ് വേവ് പ്രൊപ്പഗേഷൻ, ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ, ദെൻ അതുപോലെ കൺട്രോൾ സിസ്റ്റംസ്, അനലോഗ് കമ്മ്യൂണിക്കേഷൻ, ദെൻ ഇലക്ട്രിക്കൽ ടെക്നോളജി, ദെൻ ഡിജിറ്റൽ സിഗ്നൽ പ്രോസസ്സിംഗ്, VLSI ഡിസൈൻ, ദെൻ മൈക്രോവേവ് എഞ്ചിനീയറിംഗ്, മൈക്രോ പ്രോസസ്സേഴ്സ്, ദെൻ മൈക്രോ പ്രോസസ്സേഴ്സിൻ്റെ ലാബ്. ഇത്തരം കാര്യങ്ങളാണ് കൂടുതലായിട്ടും, ഇത്തരം കോമ്പണൻറ്റുകളാണ് കൂടുതലായിട്ടും ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ്റെ സിലബസിൽ വരുന്നത്. അപ്പോൾ ഓരോ സിലബസിനെയും കൃത്യമായി മനസ്സിലാക്കി പഠിച്ചിട്ട് വേണം നമ്മൾ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചുകൾ ചൂസ് ചെയ്യാൻ. മറ്റൊന്ന് ഇലക്ട്രിക്കൽ ബ്രാഞ്ചാണ്. ബ്രാഞ്ചുകളുടെ കൂട്ടത്തിൽ നമുക്ക് വേണമെങ്കിൽ കോർ ബ്രാഞ്ച് എന്നും ഡൈവേഴ്സിറ്റി ഉള്ളൊരു ബ്രാഞ്ച് എന്നൊക്കെ പറയാൻ പറ്റുന്നതാണ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്. ഇനി ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എടുക്കുമ്പോഴും ഇനി വരാൻ പോകുന്ന ഒരു നൂറ്റാണ്ടിൽ ഓട്ടോമേഷൻ നന്നായിട്ട് ഡെവലപ്പ് ചെയ്യുന്നു എന്നത്, അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ റോബോട്ടിക്സിലും അതുപോലെ തന്നെ മെക്കട്രോണിക്സിലുമൊക്കെ ഇലക്ട്രോണിക്സ് കോമ്പണൻസ് കൂടുതൽ വരുന്നു. അതിനേക്കാൾ പ്രധാനം ഓട്ടോമേറ്റഡ് സെൽഫ് ഡ്രൈവിംഗ് കാറുകൾ കൂടുതലും ഈ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും, പ്രത്യേകിച്ച് ഓട്ടോമേഷനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും ഡെവലപ്പ് ചെയ്യുക എന്നതുകൊണ്ട് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ നല്ലൊരു ബ്രാഞ്ചായിട്ട് നമുക്ക് ഒരു ഡൈവേഴ്സിറ്റി കൂടുതൽ, അതിൽ നിന്ന് നമുക്ക് മെക്കട്രോണിക്സിലേക്ക്, റോബോട്ടിക്സിലേക്ക്, ദെൻ അതുപോലെ തന്നെ അവർക്ക് വേണമെങ്കിൽ കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിങ്ങിലേക്ക്, ദെൻ ഹയർ സ്റ്റഡീസ് ഓപ്ഷൻസിൽ എയറോസ്പേസും എയറോനോട്ടിക്കലൊക്കെ പോലുള്ള ഏരിയകളിലേക്ക് വേണമെങ്കിൽ അവർക്ക് മാറാവുന്നതാണ്. അപ്പോൾ അത്തരം വെച്ച് മാറ്റങ്ങളും പുതിയ ഓപ്ഷൻസിലേക്കും നമുക്ക് പോകാൻ പറ്റും എന്നതുകൊണ്ട് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ സെലക്ട് ചെയ്യാം. ഇനി ഇലക്ട്രിക്കലിലേക്ക് വരുമ്പോൾ ഇലക്ട്രിക്കൽ ബേസിക്കലി അതിന് നമ്മളൊരു ബേസിക് തിയറി വെച്ച് നോക്കുമ്പോൾ നമ്മൾ പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് പവർ ജനറേഷനും പവർ ഡിസ്ട്രിബ്യൂഷനും അതിൻ്റെ കൺട്രോളിങ്ങൊക്കെയാണ്. അപ്പോൾ പവർ ഉണ്ടാക്കിയെടുക്കുക എന്നതിനെ ബേസ് ചെയ്തുകൊണ്ടാണ്, പ്രത്യേകിച്ച് ഇലക്ട്രിക്കൽ ഡിവൈസസ് ഉപയോഗിച്ചുകൊണ്ട് അതിൻ്റെ ഈ പവറുമായിട്ട് ബന്ധപ്പെട്ട് ഇലക്ട്രിസിറ്റി ഉപയോഗിക്കുന്ന ഡിവൈസുകൾ, മെഷീനറീസ്, കോമ്പണൻറ്റുകൾ, ഇതിൻ്റെയൊക്കെ ഡിസൈനിങ്ങും അതിൽ വരുന്നുണ്ട്. അപ്പോൾ ബേസിക്കലി പവർ ജനറേറ്റ് ചെയ്യൽ മാത്രമല്ല, ഇലക്ട്രിസിറ്റി ഉപയോഗിച്ചുകൊണ്ട് വർക്ക് ചെയ്യുന്ന സംഭവങ്ങളുടെ, സാധനങ്ങളുടെ, മെറ്റീരിയൽസിൻ്റെയൊക്കെ ഡിസൈനിങ്ങും മെയിൻ്റനൻസും റിപ്പയറിങ്ങും ഒക്കെ അതിലെന്ത് ചെയ്യുന്നുണ്ട്, വരുന്നുണ്ട്. ഇലക്ട്രിക്കലിൻ്റെ ഒരു പ്രത്യേകത, നമ്മൾ മറ്റ് ബ്രാഞ്ചുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇലക്ട്രിക്കൽ ഒരു വാസ്റ്റായ ഒരു ഏരിയയാണ്. മാത്രമല്ല ഇനി വരുന്ന കാലഘട്ടത്തിൽ ഓട്ടോമേഷൻ്റെ ഒപ്പം വളരെ പ്രധാനപ്പെട്ടൊരു മേഖലയായി മാറും പവർ എന്നുള്ളത്. അതുകൊണ്ട് പവർ ജനറേഷനുമായിട്ട് ബന്ധപ്പെട്ട പുതിയ സാങ്കേതികതകൾ, പ്രത്യേകിച്ച് സോളാർ എനർജി, വിൻഡ് എഞ്ചിനീയറിങ്ങുമായിട്ട് ബന്ധപ്പെട്ട റിന്യൂവബിൾ എനർജി ആയിട്ട് ബന്ധപ്പെട്ട ഏരിയകളിലൊക്കെ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിങ്ങിന് ഒരുപാട് സ്കോപ്പുണ്ട്, അല്ലെങ്കിൽ അതിലേക്കൊക്കെ മാറാം. അത്തരം ഡൈവേഴ്സിറ്റികൾ, ചാൻസസ്, സ്കോപ്പുകൾ
ഡെവലപ്പ് ചെയ്യുന്നു എന്നതാണ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിങ്ങിൻ്റെ ഒരു പ്രത്യേകത. അതേസമയത്ത് കണ്ടൻറ്റ് വൈസ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് കണ്ടൻറ്റ് വളരെ കൂടുതലായിട്ടാണ് പൊതുവേ പരിഗണിക്കപ്പെടുന്നത്. മാത്രമല്ല ഇന്ത്യയിൽ നിങ്ങൾ ISRO, DRDO ഒക്കെ പോലുള്ള മേഖലകൾ, കമ്പനികൾ, ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ സെലക്ട് ചെയ്താൽ ഈ എയറോസ്പേസും എയറോനോട്ടിക്കലായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന ആളുകൾ പോലും അധിക പേരും ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നതായിട്ട് നമുക്ക് കാണാം. അതുകൊണ്ട് ഇലക്ട്രോണിക്സിൻ്റെ ഓപ്ഷനിലേക്ക് മാറാം, കൺട്രോൾ എഞ്ചിനീയറിങ്ങിൻ്റെ ഓപ്ഷൻസിലേക്ക് മാറാം, അവർക്ക് പവർ ജനറേഷനുമായിട്ട് ബന്ധപ്പെട്ട ഏരിയകളിലേക്ക് മാറാം, ദെൻ റിന്യൂവബിൾ എനർജിയിലേക്ക് മാറാം, ക്രയോജനിക്സും റോക്കറ്റ്രിയും എയറോസ്പേസും എയറോനോട്ടിക്കലും പോലുള്ള ഏരിയയിലേക്ക്, റോബോട്ടിക്സ് പോലുള്ള ഏരിയയിലേക്ക്, മെക്കട്രോണിക്സും അവർക്ക് വേണമെങ്കിൽ മാറാം. അപ്പോൾ ഇലക്ട്രോണിക്സിനെ നോക്കുമ്പോൾ സത്യത്തിൽ പറഞ്ഞൊരു കൂടുതൽ ഡൈവേഴ്സിറ്റി ഉള്ളൊരു മേഖലയായിട്ട് പരിഗണിക്കപ്പെടുന്നുണ്ട്. ഒപ്പം ഗവൺമെൻറ് ഇൻഫ്രാസ്ട്രക്ചറൽ ഡെവലപ്മെൻറ്റ് ഫോക്കസ് ചെയ്യുന്ന കമ്പനികൾ ഇങ്ങനത്തെ മേഖലകൾ, ഗവൺമെൻറ് മേഖലകളിലും ഇൻഫ്രാസ്ട്രക്ചറൽ ഡെവലപ്മെൻറ്റ് കമ്പനികളിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഇത്തരം ബ്രാഞ്ച് കൊണ്ട് വർക്ക് ചെയ്യാം. അതുപോലെ മാനുഫാക്ചറിങ്, പ്രൊഡക്ഷൻ, പ്രോസസ് ഇൻഡസ്ട്രീസിലും ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്കാർക്ക് ഓപ്പണിങ്സ് ഉണ്ട്. ഇതാണ് ബേസിക്കലി ഇലക്ട്രിക്കൽ എഞ്ചിനീയറിങ്ങിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇലക്ട്രിക്കൽ എഞ്ചിനീയറിങ്ങിൻ്റെ സിലബസിലേക്ക് നമ്മളങ്ങ് വിശദമായിട്ട് പോയി കഴിഞ്ഞാൽ രസകരമായ ഒരുപാട് കോമ്പണൻറ്റുകൾ, കോമൺ ആയിട്ട് എല്ലാ എഞ്ചിനീയറിങ്ങിലും വരുന്ന കോഴ്സ് പാക്കേജുകൾക്ക് പുറമേ അതോടൊപ്പം കമ്പ്യൂട്ടർ പ്രോഗ്രാമിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ചെറിയ സ്പെസിഫിക് പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളുടെ സിലബസും കണ്ടൻറ്റുകൾക്കും പുറമേ ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് കാണാൻ പറ്റും. പ്രത്യേകിച്ച് പവർ സിസ്റ്റംസ്, ഇലക്ട്രോണിക് സർക്യൂട്ട്സ്, സ്വിച്ചിങ് തിയറി ആൻഡ് ലോജിക് ഡിസൈൻ, നെറ്റ്വർക്ക് തിയറി, ഇലക്ട്രിക്കൽ മെഷീൻസ്, അത് തന്നെ പേപ്പർ 1, പേപ്പർ 2, പേപ്പർ 3 ഒക്കെ ആയിട്ട് വരുന്നുണ്ട്. പവർ സെമി കണ്ടക്ടർ ഡ്രൈവ്സ് വരുന്നുണ്ട്, ഇലക്ട്രിക്കൽ മെഷർമെൻറ്റ്സ് വരുന്നുണ്ട്, മൈക്രോ പ്രോസസ്സേഴ്സ് ആൻഡ് മൈക്രോ കൺട്രോളേഴ്സ് വരുന്നുണ്ട്. ദെൻ അങ്ങനെ ഒരുപാട് യൂട്ടിലൈസേഷൻ ഓഫ് ഇലക്ട്രിക് എനർജി വരുന്നു, ഇൻസ്ട്രുമെൻറ്റേഷൻ ഒരു ഭാഗമായിട്ട് വരുന്നുണ്ട്. ഇലക്ട്രിക്സിൽ പലയിടത്തും ഹൈ വോൾട്ടേജ് എഞ്ചിനീയറിങ്ങും VLSI ഡിസൈനിങ്, ഡിജിറ്റൽ കൺട്രോൾ സിസ്റ്റംസ് വരുന്നുണ്ട്. ദെൻ പവർ സിസ്റ്റംസ് തന്നെ പേപ്പർ 1, പേപ്പർ 2, പേപ്പർ 3 ആയിട്ട് വരുന്നു. ഇലക്ട്രിക്കൽ മെഷീൻസ് പേപ്പർ 1, പേപ്പർ 2, പേപ്പർ 3 ആയിട്ടൊക്കെ വരുന്നുണ്ട്. അങ്ങനെ വളരെ കൃത്യമായ ചില കോമ്പണൻറ്റുകൾ ചേർന്നതാണ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിങ്ങിൻ്റെ സിലബസ്. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് അത് വിശദമായിട്ട് നിങ്ങൾ പഠിച്ച് ഒന്നുകൂടി അന്ന് റെഫറൊക്കെ ചെയ്ത് അത് ഏത് ആണ് കൂടുതൽ ഇലക്ട്രോണിക്സുമായിട്ട് ബന്ധപ്പെട്ടാണോ, ഇലക്ട്രിക്കലുമായിട്ട് ബന്ധപ്പെട്ടതാണോ, കമ്പ്യൂട്ടറുമായിട്ട് ബന്ധപ്പെട്ടാണോ. പൊതുവെ ഈ ബ്രാഞ്ചുകളെല്ലാം അറിയപ്പെടുന്നത് സർക്യൂട്ട് എഞ്ചിനീയറിംഗ് എന്ന പേരിലാണ്. അപ്പോൾ ആ കോഴ്സുകളുടെ ഒരു വ്യാപ്തിയും ഓപ്പണിങ്സും മനസ്സിലാക്കുക. ഞാൻ ഈ 3 എണ്ണം പ്രത്യേകിച്ച് പറയാൻ കാരണം ഭാവിയിൽ ഇതിനെ തുടർന്ന് വരുന്ന ഇതിൻ്റെ അവാന്തര വിഭാഗങ്ങൾ വേറെ ഉണ്ട്. ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ വരുന്നുണ്ട്, ഇൻസ്ട്രുമെൻറ്റേഷൻ ആൻഡ് കൺട്രോൾ വരുന്നുണ്ട്, അപ്ലൈഡ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ വരുന്നുണ്ട്, ഇലക്ട്രോണിക്സ് ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ വരുന്നുണ്ട്. ഇത്തരം മേഖലകളിലേക്കൊക്കെ നമുക്ക് പോകാൻ ഈ ബ്രാഞ്ചുകൾ ഇലക്ട്രിക്കലോ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എടുത്തതിന് ശേഷവും നമുക്ക് വേണമെങ്കിൽ ഇത്തരം മേഖലകളിലേക്ക് മാറാം എന്നതുകൊണ്ട് ഒരു ബേസ് ബ്രാഞ്ച് എന്നതിലേക്കാണ് ഈ ഒരു കോഴ്സ് സർക്യൂട്ട് എഞ്ചിനീയറിങ്ങിൻ്റെ ബേസ് ബ്രാഞ്ചുകൾ എന്നതിലേക്കാണ് ഞാനിതിനെ കാണുന്നത്. എഞ്ചിനീയറിംഗ് ഫിസിക്സ്, മെക്കാനിക്സ് ഇതിൻ്റെയൊക്കെ ഒരു സങ്കലനം എന്ന്, അല്ലെങ്കിൽ മാത്തമാറ്റിക്സ്, ഇത്തരം 3 സബ്ജക്റ്റുകൾ മെക്കാനിക്സും എഞ്ചിനീയറിംഗ് ഫിസിക്സും മാത്തമാറ്റിക്സൊക്കെ കൂടി ചേർന്നൊരു വലിയൊരു വിശാലമായ ഒരു ബ്രാഞ്ചാണ്. ഡൈവേഴ്സിറ്റി ഒരുപാടുള്ള, അതോടൊപ്പം വളരെ വിശാലമായൊരു ബ്രാഞ്ച് എന്നൊക്കെ വേണമെങ്കിൽ പറയാൻ പറ്റുന്ന ഒന്നാണ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്. ബേസിക്കലി പലതരം മെക്കാനിക്കൽ സിസ്റ്റംസോ മെഷീനറീസിൻ്റെയൊക്കെ ഡിസൈനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ മെയിൻ്റനൻസ്, അതിൻ്റെ സിസ്റ്റംസ്, അതിൻ്റെ അനാലിസിസ്, ഇതൊക്കെയായിട്ട് ബന്ധപ്പെട്ട ഒരു ഏരിയയാണ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ബ്രാഞ്ച്. ഡൈനാമിക്സും തെർമോഡൈനാമിക്സും ഹൈഡ്രോളിക്സും അത്തരം മേഖലകൾ കോമ്പണൻറ്റുകളൊക്കെ വരുന്ന ഒരു പ്രത്യേക ബ്രാഞ്ചാണ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്. മാത്രമല്ല ഒരു ഓട്ടോമേഷൻ്റെ ഒരു കാലഘട്ടം ആയതുകൊണ്ട് മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിൻ്റെ ഒരു പ്രസക്തി കുറയുന്നു എന്നൊരു മുറവിളി പൊതുവുണ്ട്. ഒരു ഉദാഹരണത്തിന് ഈ ഫോസിൽ ഫ്യൂവലിൻ്റെ ഉപഭോഗം കുറയുകയും 2015 വിയന്ന സമ്മിറ്റ് നിഷ്കർഷിച്ചതും ആവശ്യപ്പെട്ടതും അതാണ്. 2022-23 കൂടി ഫോസിൽ ഫ്യൂവൽ ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന വാഹനങ്ങളുടെ എണ്ണം കുറക്കണം, ക്രമാതീതമായി 30% അടുത്ത്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിൻ്റെ ഒരു സ്കോപ്പും ഡിമാൻഡൊക്കെ കുറയുമോ എന്നുള്ളൊരു പേടിയും ആശങ്കയുണ്ട്. സത്യത്തിൽ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിങ്ങിലും അതുപോലെ തന്നെ ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിങ്ങിലും കാര്യമായ മാറ്റങ്ങൾ വരുമെങ്കിലും മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ബേസിക്കലി ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഒരു മാറ്റങ്ങൾ കൊണ്ട് അതിൻ്റെ ഒരു സ്കോപ്പ് കുറയുകയോ അത് ബാധിക്കപ്പെടുകയോ ചെയ്യില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്ന് മാത്രമല്ല, ഇനി ഓട്ടോമേഷൻ വന്നാൽ തന്നെ ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിങ്ങിലൊക്കെ മെഷീനറീസിൻ്റെ പാർട്ട് എന്തായാലും മെക്കാനിക്കൽ എഞ്ചിനീയർമാർ തന്നെയാണ് നിർവഹിക്കേണ്ടത്. അതോടൊപ്പം പുതിയ ഓപ്ഷൻസും പുതിയ കോമ്പണൻറ്റുകളും വരും. മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിൻ്റെ ഒരു സവിശേഷമായൊരു പ്രത്യേകത അതിന് വളരെ വിശാലമായ ഡിഫറൻ്റായ ഒരു ഡൈവേഴ്സിറ്റി ഓപ്ഷൻസ് ഉണ്ടെന്നുള്ളതാണ്.
അവർക്ക് വേണമെങ്കിൽ മറൈനിലേക്ക് മാറാം, അവർക്ക് വേണമെങ്കിൽ റോബോട്ടിക്സിലേക്ക് മാറാം, മെക്കട്രോണിക്സിലേക്ക് മാറാം, മെക്കാനിക്കൽ എഞ്ചിനീയർമാർക്ക് എയറോനോട്ടിക്കിലേക്കും എയറോസ്പേസിലേക്കും വരാം. ദെൻ അവർക്ക് വേണമെങ്കിൽ മെഷീൻ ഡിസൈനിങ്ങിലേക്ക്, സ്ട്രക്ചറൽ എഞ്ചിനീയറിങ്ങിൽ. പലപ്പോഴും മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിൻ്റെ ഒരു സ്വാധീനം ഒരുവിധ എല്ലാ ബ്രാഞ്ചുകളിലും നമുക്ക് കാണാൻ പറ്റും. മെക്കാനിക്കലിൽ കെമിക്കലിൽ വരുമ്പോൾ മെറ്റീരിയലുമായിട്ട് ബന്ധപ്പെട്ട ഏരിയകൾ കണക്റ്റഡ് ആയിട്ട് നമുക്ക് കാണാം. സിവിലിൽ വരുമ്പോൾ സ്ട്രക്ചറലുമായിട്ട് കണക്റ്റഡ് ആയിട്ട് കാണാം. എയറോസ്പേസും എയറോനോട്ടിക്കലുമായിട്ട് കണക്റ്റഡ് ആയിട്ട് കാണാം. റോബോട്ടിക്സിലേക്ക് വരുമ്പോൾ ഒരു ഓട്ടോമേഷനുമായിട്ട് അതിനെ കണക്റ്റഡ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ വരുമ്പോൾ വ്യാപ്തിയുള്ളൊരു ബ്രാഞ്ചാണ്, വളരെയധികം രസകരമായ ഡൈവേഴ്സിറ്റി ഉള്ളൊരു ബ്രാഞ്ചാണ്, പ്രത്യേകിച്ച് ടൂളുമായിട്ട് ബന്ധപ്പെട്ട്. സാധാരണ നമ്മൾ പറയുക ഒരു കത്രിക മുതൽ ഒരു ഹാമർ മുതൽ അങ്ങോട്ട് വലിയ ഇൻഡസ്ട്രിയൽ ആയ മെഷീനറീസിൻ്റെ പാർട്ടും നമ്മളുടെ, അതുപോലെ തന്നെ എയറോനോട്ടിക്സിലും എയറോസ്പേസിലും റോക്കറ്റുകളിലൊക്കെ ഉപയോഗിക്കുന്ന മെഷീനറീസ് അടക്കമുള്ള സകലമാന മെഷീനുകളുടെയും ഡിസൈനിങ്ങും മെയിൻ്റനൻസും അനാലിസിസൊക്കെ വരുന്നതാണ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്. ഇനി അതിൻ്റെ സിലബസിലേക്ക് നമ്മൾ പോയാൽ അതിൻ്റെ വിശദമായ അതിൻ്റെ ഒരു സിലബസ് കണ്ടു കഴിഞ്ഞാൽ രസകരമാണ്. ഒരുപാട് വിശാലമായ മെക്കാനിക്കലുമായിട്ട് ബന്ധപ്പെട്ട രസകരമായ ഒരുപാട് കോമ്പണൻറ്റുകൾ നമുക്ക് സിലബസിൽ കാണാൻ പറ്റും. പ്രത്യേകിച്ച് കൈനമാറ്റിക്സ് ഓഫ് മെഷീനറി, ഫൗണ്ടറി ടെക്നോളജി, വെൽഡിംഗ് ടെക്നോളജി, മെക്കാനിക്സ് ഓഫ് ഫ്ലൂയിഡ്സ് ആൻഡ് ഹൈഡ്രോളിക് മെഷീൻസ്, മെഷീൻ ഡ്രോയിങ്, ദെൻ ന്യൂമറിക്കൽ മെത്തേഡ്സ്, പ്രൊഡക്ഷൻ ടെക്നോളജി, industrial management, finite element method, tooling for production, then design of machine members, then machine design of machines പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു 3-4 ഓപ്ഷൻസ് നമുക്കതിൽ കാണാം. ഹീറ്റ് ട്രാൻസ്ഫർ, ദെൻ ഇലക്ടീവിൽ എഞ്ചിനീയറിംഗ് ഓപ്റ്റിമൈസേഷനും നാനോ ടെക്നോളജിയും കോമ്പോസിറ്റ് മെറ്റീരിയൽസ് ഒക്കെ പോലുള്ള ഓപ്ഷൻസ് വരുന്നുണ്ട്. തെർമൽ ആൻഡ് ഹീറ്റ് ട്രാൻസ്ഫർ ലാബ്, അതുമായിട്ട് ബന്ധപ്പെട്ട ടെക്നോളജി, മെഷീൻ ടൂൾസ് വരുന്നുണ്ട്, ഡൈനാമിക്സ് മെഷീനറി, ദെൻ CNC ടെക്നോളജി ഇപ്പോൾ ഉള്ളത്. പ്രത്യേകിച്ച് ഈ കമ്പ്യൂട്ടറൈസ്ഡ് ന്യൂമറിക്കൽ കൺട്രോളൊക്കെ മെക്കാനിക്കലുമായിട്ട് കണക്റ്റഡ് ആയിട്ട് നമുക്ക് കാണാം. മെറ്റൽ ഫോമിംഗ്, മെഷീൻ ടൂൾസ്, അതുപോലുള്ള ഏരിയകളും ഈ മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിന് വിശാലമായ കുറേ അധികം രസകരമായ മെഷീനറി മെക്കാനിക്കൽ ഓറിയൻറ്റഡ് ബ്രാഞ്ചുകൾ, അതോടൊപ്പം ഈ ഓട്ടോമേഷനുമായിട്ട് കണക്റ്റഡ് ആയിട്ടും, അതുപോലെ തന്നെ മെക്കട്രോണിക്സും റോബോട്ടിക്സും ഒക്കെ ആയിട്ട് കണക്റ്റഡ് ആയിട്ട്, എയറോസ്പേസുമായിട്ട് കണക്റ്റഡ് ആയിട്ട്, സ്ട്രക്ചറൽ സിവിൽ എഞ്ചിനീയറുമായിട്ട് കണക്റ്റഡ് ആയിട്ട് നമുക്ക് കാണാം. അപ്പോൾ അതിൻ്റെ ഒരു സിലബസ് കൃത്യമായിട്ട് പഠിച്ചിട്ട് വേണം മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഓപ്ഷൻസിലേക്ക് മാറാൻ. ദെൻ കുറേ അങ്ങോട്ട് ഓട്ടോമേഷൻ്റെ കാലഘട്ടത്തിലേക്ക്, റോബോട്ടിക്സിൻ്റെയും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെയും കാലത്തിലേക്ക് മാറുമ്പോൾ മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിൻ്റെ പ്രസക്തി കുറയില്ലേ എന്ന് പറയുന്നുണ്ട്. കേരളത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഇനീഷ്യൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് വളരെ കുറവാണ് എന്നതുകൊണ്ട് മെക്കാനിക്കൽ എടുക്കാതിരിക്കണം എന്നില്ല. വളരെ പുരാതനമായ ബ്രാഞ്ചുകളിൽ പെട്ടൊന്നാണ് സിവിൽ എഞ്ചിനീയറിംഗ്. അതുപോലെ പരിഗണിക്കപ്പെട്ടില്ലെങ്കിലും കെമിക്കൽ എഞ്ചിനീയറിംഗ് സത്യത്തിലൊരു കോർ ബ്രാഞ്ചായിട്ട് പരിഗണിക്കപ്പെടേണ്ട ഒന്നാണ്. പൊതുവേ നമ്മൾ കോർ ബ്രാഞ്ച് പറയുമ്പോൾ സിവിലും ഇലക്ട്രിക്കലും മെക്കാനിക്കലുമാണ് പലപ്പോഴും എണ്ണപ്പെടുന്നതും പരിഗണിക്കപ്പെടുന്നതും. സത്യത്തിൽ ആ കൂട്ടത്തിലേക്ക്, ആ ഗ്രൂപ്പിലേക്ക് സത്യത്തിൽ നമുക്ക് വേണമെങ്കിൽ കെമിക്കൽ എഞ്ചിനീയറിംഗ് ചേർക്കാം. കാരണം അതിൻ്റെ ഒരു വ്യാപ്തി വളരെ വലുതാണ്. കെമിക്കൽ എഞ്ചിനീയറിംഗ് ഫോക്കസ് ചെയ്യുന്നത് കെമിക്കൽ പ്ലാന്റുകളുടെ ഒരു ഡിസൈനിങ്, ദെൻ അതിനെ ഇംപ്രവൈസ് ചെയ്യുന്നതോടുകൂടി പ്രൊഡക്ഷനിൽ ഉണ്ടാക്കുന്ന ഡെവലപ്മെൻറ്റുകൾ, ഇതാണ് കാര്യമായിട്ട് കെമിക്കൽ എഞ്ചിനീയറിങ്ങിൽ വരുന്നത്. അതിൻ്റെ ഒപ്പം തന്നെ കെമിക്കൽ പ്രോസസ്സ് എഞ്ചിനീയറിങ്ങും വരുന്നുണ്ട്. പ്രത്യേകിച്ച് കെമിക്കൽ എഞ്ചിനീയറിംഗ് തിയറിയെയും ഒരർത്ഥത്തിൽ ടെക്നോളജിയെയും ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന ഒരു ബ്രാഞ്ച് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. നമ്മൾ ബേസിക് കെമിസ്ട്രി കെമിസ്ട്രിയുടെ ആപ്ലിക്കേഷൻ എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റുന്ന ഒരു ബ്രാഞ്ചാണ് കെമിക്കൽ എഞ്ചിനീയറിംഗ്. വളരെ ഇക്കണോമിക്കായ, കൊമേഴ്സ്യലായ കുറച്ച് പ്രാക്ടീസസ് കൊണ്ടുവന്ന് റോ മെറ്റീരിയൽസിന് ഒരു ഫൈനൽ പ്രോഡക്റ്റായിട്ട് കൺവേർട്ട് ചെയ്യുന്നത് വരെയുള്ള ഒരു ലോങ് പ്രോസസ്സിനെ കൺട്രോൾ ചെയ്യുന്ന, അതിനെ ബേസ് ചെയ്തുകൊണ്ടുള്ളതാണ് കെമിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇനി മാത്തമാറ്റിക്സിൻ്റെയും കെമിസ്ട്രിയുടെയും ബയോളജിയുടെയും ബ്ലെൻഡിങ് ആയ ഒരു ടെക്നിക്കൽ ആപ്ലിക്കേഷൻ ബ്രാഞ്ച് എന്നും വേണമെങ്കിൽ കെമിക്കൽ എഞ്ചിനീയറിങ്ങിനെ പറയാം. അതിനേക്കാൾ പ്രധാനപ്പെട്ടൊരു കാര്യം, ഈ കെമിക്കൽ എഞ്ചിനീയറിംഗിൽ നിന്ന് രസകരമായ ഒരുപാട് ബ്രാഞ്ചുകളിലേക്ക് നമുക്ക് ബ്രാഞ്ച് ഔട്ട് ചെയ്യാം. ഭയങ്കര വ്യാപ്തിയുള്ള, നമ്മൾ ഈ മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിനേക്കാൾ വ്യാപ്തിയുള്ള ബ്രാഞ്ചാണ് എന്ന് വേണമെങ്കിൽ കെമിക്കൽ എഞ്ചിനീയറിങ്ങിനെ പറയാം. ഇപ്പോൾ ഉദാഹരണത്തിന് പ്രോസസ് എഞ്ചിനീയറിങ്ങിലേക്ക്, കെമിക്കൽ പ്രോസസ്സിലേക്ക്, മാനുഫാക്ചറിങ്ങിലേക്ക്, പ്രൊഡക്ഷനിലേക്കൊക്കെ വരാം. അതിന് പുറമെ പ്ലാന്റ് ഡിസൈനിങ്ങിലേക്ക്, ദെൻ പെയിൻറ്റ്, വാർണിഷ്, ഫാർമസ്യൂട്ടിക്കൽ, ഫുഡ്, ടെക്സ്റ്റൈൽ, സെറാമിക്സ്, പ്ലാസ്റ്റിക്സ്, ദെൻ അങ്ങനെ ഒരുപാട് റബ്ബർ ടെക്നോളജി, ഇങ്ങനെ കെമിസ്ട്രി അല്ലെങ്കിൽ കെമിക്കൽ എഞ്ചിനീയറിംഗ് ടച്ച് ചെയ്യാത്ത ഒരു മേഖലയും നമ്മളുടെ ജീവിതത്തിലില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്ന ബ്രാഞ്ചുകൾ ശരിക്കും പഠിക്കണം. ഇനി കെമിക്കൽ എഞ്ചിനീയറിങ്ങിൻ്റെ സിലബസ് എടുത്താലോ, രസകരമാണ് അതിൻ്റെ കണ്ടൻറ്റുകൾ. എല്ലാ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചുകളിൽ വരുന്ന കോമൺ
കോമ്പണൻറ്റുകൾക്ക് പുറമേ എല്ലാ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചുകളിലും വരുന്ന കോമൺ കോമ്പണൻറ്റുകൾക്കും എലമെൻറ്റുകൾക്കും പുറമേ കെമിക്കൽ എഞ്ചിനീയറിങ്ങിന് സവിശേഷമായ ഒരുപാട് കണ്ടൻറ്റുകൾ വരുന്നുണ്ട്. പ്രത്യേകിച്ച് മൊമെൻറ്റം ട്രാൻസ്ഫർ, ഓർഗാനിക് കെമിസ്ട്രി, കെമിക്കൽ എഞ്ചിനീയറിംഗ്, തെർമോഡൈനാമിക്സ്, അത് തന്നെ പേപ്പർ 1, പേപ്പർ 2, പേപ്പർ 3 ആയിട്ട് വരുന്നുണ്ട്. ദെൻ മെക്കാനിക്കൽ യൂണിറ്റ് ഓപ്പറേഷൻസ് വരുന്നുണ്ട്. ദെൻ അതുപോലെ മൊമെൻറ്റം ട്രാൻസ്ഫറിൻ്റെ ലാബ് വരുന്നുണ്ട്. മാസ് ട്രാൻസ്ഫർ ഓപ്പറേഷൻസ് വരുന്നു. കെമിക്കൽ റിയാക്ഷൻ എഞ്ചിനീയറിംഗ് വരുന്നു. കെമിക്കൽ എഞ്ചിനീയറിംഗ് ആൻഡ് മാത്തമാറ്റിക്സ് വരുന്നുണ്ട്. മെറ്റീരിയൽ സയൻസ് ഫോർ കെമിക്കൽ എഞ്ചിനീയറിംഗ് വരുന്നുണ്ട്. പുറമെ ഇലക്റ്റീവായിട്ട് ബയോ കെമിക്കലോ കൊറോഷൻ എഞ്ചിനീയറിങ്ങോ പ്ലാസ്റ്റിക്സ് മെറ്റീരിയൽസോ അതുപോലെ തന്നെ അതുമായിട്ട് അനുബന്ധമായ ബയോ പ്രോസസ്സ്, നാനോ ടെക്നോളജി, ദെൻ അതുമായിട്ട് ബന്ധപ്പെട്ട ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സുമായിട്ട് ബന്ധപ്പെട്ട കോമ്പണൻറ്റുകൾ, ദെൻ പ്രോസസ് ഹീറ്റ് ട്രാൻസ്ഫറുമായിട്ട് ബന്ധപ്പെട്ടത്, പോളിമർ, പെട്രോളിയം, പെട്രോ കെമിക്കൽ, ദെൻ എൻവയൺമെൻറ്റൽ ബയോടെക്നോളജി, ഇങ്ങനത്തെ ഒരുപാട് കോമ്പണൻറ്റുകൾ വരുന്ന വലിയൊരു വിശാലമായ ബ്രാഞ്ചാണ് സത്യത്തിൽ കെമിക്കൽ എഞ്ചിനീയറിംഗ്. അപ്പോൾ നമുക്ക് കെമിക്കൽ എഞ്ചിനീയറിംഗ് ഓരോ ബ്രാഞ്ചുകളെയും ഇൻഡെപ്ത് പഠിച്ച് മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ കോഴ്സസ് ചൂസ് ചെയ്യാൻ. അതോടൊപ്പം തന്നെ എഞ്ചിനീയറിംഗ് കോളേജുകൾ NITകളിലും IITകളിലും കേരളത്തിലുള്ള എഞ്ചിനീയറിംഗ് കോളേജുകളിലെ ഒരു പ്ലേസ്മെൻറ്റ് സ്റ്റൈല്, അതിൻ്റെ ഒരു പ്ലേസ്മെൻറ്റ് പാറ്റേണും മനസ്സിലാക്കിയിട്ട് വേണം എഞ്ചിനീയറിംഗിലേക്ക് പോകാൻ. നിങ്ങൾ വെറും എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ് ലെവലിൽ പഠിക്കുക എന്നതിനപ്പുറത്തേക്ക് അതിൻ്റെ ഒരു ഭാവി കൂടി, വരാൻ പോകുന്ന ഗ്രോത്ത്, ഇതൊക്കെ കണ്ടിട്ടായിരിക്കണം നിങ്ങൾ എഞ്ചിനീയറിംഗ് കോഴ്സുകൾ ചൂസ് ചെയ്യാൻ. പൊതുവേ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചുകളിലേക്ക് പോകുന്ന ആളുകളോട് ഞാൻ പറയാം, നിങ്ങളുടെ കയ്യിൽ നിങ്ങൾ കൃത്യമായൊരു ഫിലോസഫി അല്ലെങ്കിൽ ഒരു കൃത്യമായൊരു സ്ട്രാറ്റജി നിങ്ങൾ രൂപപ്പെടുത്തി വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഏത് എഞ്ചിനീയറിംഗ് ബ്രാഞ്ചായാലും നിങ്ങൾ പ്ലേസ്ഡ് ആവും, നല്ല ജോലിയിലെത്തും. ഒന്നാമത്തേത് വളരെ പ്രധാനപ്പെട്ട സ്ട്രാറ്റജികളിൽ ഒന്ന്, നിങ്ങൾ എഞ്ചിനീയറിംഗ് പഠിക്കുമ്പോൾ പ്രത്യേകിച്ച് ലോജിക്കൽ ഓറിയൻറ്റേഷൻ കൂടുതൽ, അതുപോലെ തന്നെ പ്രോഗ്രാമിംഗ് ഇൻട്രസ്റ്റുകൾ ഉണ്ട് എങ്കിൽ ഒരു ലോങ് അവേഴ്സ് ഒരു ഡെസ്ക്ടോപ്പ് ജോബ് ചെയ്യുന്നതിന് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുമില്ല എങ്കിൽ IT പ്ലേസ്മെൻറ്റ് നിങ്ങൾക്ക് പ്രിഫർ ചെയ്യാം, ഒരു കുഴപ്പമില്ല. പക്ഷേ അത് ചെയ്യേണ്ടത് എല്ലാ വർഷവും കൺസിസ്റ്റൻ്റായിട്ട് ഒരു 65-70% കുറയാതെ മാർക്ക് വാങ്ങാൻ, പേപ്പർ ബാക്കുകളൊന്നുമില്ലാതെ മാർക്ക് നേടിയെടുക്കാൻ നിങ്ങൾ ശ്രമിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഏത് ബ്രാഞ്ചിലായിരുന്നാലും IT പ്ലേസ്മെൻറ്റ് കിട്ടും. രണ്ടാമത്തേത് വളരെ പ്രധാനപ്പെട്ടത്, ഓരോ ബ്രാഞ്ചുകൾക്കും വരുന്ന ഗവൺമെൻറ് ജോബുകളുണ്ട് ഇഷ്ടം പോലെ, വളരെ സ്പെസിഫിക്. റെയിൽവേയിൽ വരുന്ന ജോബ്സ്, ഇന്ത്യൻ ഡിഫൻസിൽ വരുന്ന ടോട്ടൽ 400 ചില്ലുവാനും ജോബുകളിൽ 50 എണ്ണവും സ്പെസിഫിക് ആയിട്ട് എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സിനുള്ളതാണ്. ദെൻ പബ്ലിക് വർക്കിംഗ് സെക്ടറിൽ, PSUസിൽ, പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്ങിൽ വരുന്ന ജോബ് ഓപ്പർച്യൂണിറ്റീസ്. ദെൻ അതിന് പുറമേ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ സ്പെസിഫിക് ആയിട്ട് കൊടുക്കുന്ന ജോബുകൾ, ദെൻ ബാബ അറ്റോമിക് റിസർച്ച് സെൻറ്റർ, ISRO, DRDO, ദെൻ അതുപോലെ തന്നെ ഇന്ത്യൻ എഞ്ചിനീയറിംഗ് സർവീസ് വഴി സെലക്ട് ചെയ്യുന്ന ജോബുകൾ. ഇത്തരം ജോബുകൾ ഗവൺമെൻറ് ജോബുകൾ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് ഫസ്റ്റ് ഇയർ മുതലേ ഗേറ്റും IESും മുന്നിൽ കണ്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരാൾക്ക് ഏതെങ്കിലും ഒരു ഗവൺമെൻറ് ജോബ് വിതിൻ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് ഒരു 2 to 3 years കൊണ്ട് നേടിയെടുക്കാൻ പറ്റും. രണ്ടാമത്തെ സ്ട്രാറ്റജി അതാണ്. മൂന്നാമത്തെ സ്ട്രാറ്റജി, ഓരോ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചിൻ്റെയും ഒപ്പം നിങ്ങൾ പറ്റുമെങ്കിൽ ഒരു ആഡ് ഓൺ കോഴ്സ് കൂടി ചേർത്തിട്ടുള്ളൊരു ലേണിംഗ് അല്ലെങ്കിൽ ഹയർ സ്റ്റഡി ഓപ്ഷൻ പ്ലാൻ ചെയ്താൽ കൃത്യമായി ഒരുപാട് മേഖലകളിലെത്താം. ഹീറ്റ്, വെന്റിലേഷൻ, എയർ കണ്ടീഷനിങ് അഥവാ HVAC, LIA, ലിഫ്റ്റിംഗ് എഞ്ചിനീയേഴ്സ് എക്യുപ്മെൻ്റ് അസോസിയേഷൻ പോലുള്ള ആഡ് ഓൺ കോഴ്സുകൾ, നെബോഷൊക്കെ പോലുള്ള പ്രോഗ്രാമുകൾ, ദെൻ അതോടൊപ്പം ചേർക്കാൻ പറ്റുന്ന MEP പോലുള്ളത്, എനർജി ഓഡിറ്റിംഗ് പോലുള്ള ഓപ്ഷൻസ്, പ്രോസസ് എഞ്ചിനീയറിങ്ങും കൺട്രോളുമായിട്ട് ബന്ധപ്പെട്ടത്, ഓയിൽ ആൻഡ് ഗ്യാസ് ഫീൽഡിൽ വർക്ക് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻസ്, ദെൻ പൈപ്പിംഗ്, ഫാബ്രിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട ഇത്തരം ഒരുപാട് ഫ്ലൂയിഡ് കൺട്രോൾസൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഷോർട്ട് ടൈം കോഴ്സുകൾ, പിന്നെ വളരെ സ്പെസിഫിക് ആയിട്ട് വരുന്ന സിമെൻറ്റ് ടെക്നോളജി, പ്ലാസ്റ്റിക് ടെക്നോളജി, ദെൻ പെയിൻറ്റ്, വാർണിഷ്, ഇങ്ങനത്തെ ഒരുപാട് ഓപ്ഷൻസ് വരുന്നുണ്ട്. ദെൻ അതോടൊപ്പം കമ്മ്യൂണിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട ഏരിയകൾ, സൗണ്ട് എഞ്ചിനീയറിങ്ങുമായിട്ട് ഇങ്ങനെ ആഡ് ഓൺ കോഴ്സ് ഒരുപാട് നമുക്ക് ആഡ് ചെയ്തിട്ട് ഈ കോഴ്സിന് ജോബ് ഓറിയൻറ്റഡ് ആക്കാം. മൂന്നാമത്തത് അതാണ്. നാലാമത്തത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ഒരു CAT പ്രിപ്പറേഷൻ ഫോക്കസ് ചെയ്തുകൊണ്ട് ടെക്നോളജി പ്ലസ് മാനേജ്മെൻറ്റ് ബെസ്റ്റ് ഓപ്ഷനായിട്ട് പരിഗണിച്ച് അങ്ങോട്ടേക്ക് പോകാം. അപ്പോൾ അത് CAT ഒരു സെക്കൻഡ് ഇയർ ഓൺവേർഡ്സ് CAT നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യയിൽ മാനേജ്മെൻറ്റ് സെക്ടറിലേക്ക് വരുന്ന ഒരു 70% എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സ് ആണ് എന്നതുകൊണ്ട് അതൊരു കോമ്പിനേഷനായിട്ട് വർക്കൗട്ട് ചെയ്യാൻ. നാലാമത്തത് അതാണ്. ഇനി അഞ്ചാമത്തത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ എഞ്ചിനീയറിംഗ് പ്ലസ് ഒരു ഹയർ സ്റ്റഡീസോ റിസർച്ച് ഓപ്ഷനോ, അഥവാ ഹയർ സ്റ്റഡീസ് MTech ഒക്കെ ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പറ്റുമെങ്കിൽ IIT ഒക്കെ പോലുള്ള പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ട്രൈ ചെയ്യുക. അതല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിലേക്ക് നിങ്ങൾ സ്കോളർഷിപ്പ് ട്രൈ ചെയ്ത് അങ്ങോട്ടേക്ക് പോകുക. അപ്പോൾ മാസ്റ്റേഴ്സാണ്
ശരിക്കും പറഞ്ഞാൽ 5ാമത്തെ ഓപ്ഷൻ. 6ാമത്തെ ഓപ്ഷൻ ഞാൻ പറയാം ശരിക്ക് ഫോറിൻ ഫെലോഷിപ്പുകളാണ്. ഒരുപാട് രാജ്യങ്ങൾ, പ്രത്യേകിച്ച് ഈ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ, സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിലെ യൂണിവേഴ്സിറ്റികൾക്കൊന്ന് ഹെൽസിങ്കി യൂണിവേഴ്സിറ്റി, ദെൻ ജർമ്മനിയിൽ ഒരുപാട് യൂണിവേഴ്സിറ്റി, പ്രത്യേകിച്ച് ബെർലിൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ബെർലിൻ, ദെൻ അതുപോലെ തന്നെ കൗനാസ് ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി ഒക്കെ പോലുള്ള ഒരുപാട് യൂണിവേഴ്സിറ്റികൾ 100% ഫെലോഷിപ്പുകളും മിനിമം ഒരു 70% സ്കോളർഷിപ്പുകളൊക്കെ കൊടുത്തിട്ട് പഠിപ്പിക്കുന്നുണ്ട്. അത്തരം ഇൻസ്റ്റിറ്റ്യൂട്ടുകളെ ഫോക്കസ് ചെയ്തുകൊണ്ട് പുറത്തേക്ക് പോവുക. മറ്റൊന്ന് വരാൻ പോകുന്ന ടെക്നോളജിക്കൽ ഡെവലപ്മെൻറ്റുകൾ മനസ്സിൽ കണ്ടുകൊണ്ട് കോമ്പിനേഷൻ കരിയേഴ്സ് പ്ലാൻ ചെയ്യാം. ഇനി ഡൈവേഴ്സായ ഒരുപാട് ഏരിയകളുണ്ട്. ന്യൂറോ ടെക്നോളജിയിലേക്ക്, ന്യൂറോ സയൻസിലേക്ക് മാറാം, അവർക്ക് വേണമെങ്കിൽ ഫോറൻസിക്സിലേക്ക് മാറാം. ദെൻ അതുപോലെ തന്നെ രസകരമായ അങ്ങനത്തെ ഒരുപാട് കോമ്പിനേഷൻസ് ആഡ് ചെയ്തുകൊണ്ട് ഒരു വെറൈറ്റി അതാണ് ടെക്നോളജി പോലുള്ള ഓപ്ഷൻസിലേക്കൊക്കെ നമുക്ക് വേണമെങ്കിൽ മാറാം. ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് എൻജിനീയറിങ്ങിനെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് പോയാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല ജോബിലെത്താം. അതോടൊപ്പം വളരെ പ്രധാനപ്പെട്ടത്, നിങ്ങൾ എൻജിനീയറിംഗ് ചൂസ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളുടെ ഒരു ആപ്റ്റിറ്റ്യൂഡും നിങ്ങളുടെ സ്കില്ലും നിങ്ങളുടെ ഇൻട്രസ്റ്റും ഈ ബ്രാഞ്ചുകളോടും കോഴ്സുകളോടും യോജിക്കുന്നതാണോ എന്ന് കൃത്യമായിട്ട് അവലോകനം ചെയ്തിട്ട് കൂടി ആയിരിക്കണം കോഴ്സുകൾ സെലക്ട് ചെയ്യുന്നത്. അങ്ങനെ നല്ല കോഴ്സുകൾ സെലക്ട് ചെയ്ത് നല്ല ബ്രാഞ്ചിലെത്തി നല്ല ജോബ് നേടിയെടുക്കാൻ നിങ്ങൾക്കാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വരാൻ പോകുന്ന മാറ്റങ്ങളെ കൃത്യമായിട്ട് ഉൾക്കൊണ്ടുകൊണ്ട് ഒരു ടെക്നോളജി സ്ട്രാറ്റജി നിങ്ങൾ സെലക്ട് ചെയ്തെടുത്താൽ തീർച്ചയായിട്ടും നല്ല ജോബിലെത്തും. നന്ദി, നമസ്കാരം.